ഇപ്പോൾ മിസൈൽ പരമ്പര നടത്തുകയാണ്, പരീക്ഷണ പരമ്പരയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 ജനുവരി മാസം 27-ാം തീയതി ഇസ്ഫഹാനിലും അതുപോലെ തന്നെ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും ഇറാൻ്റെതായിട്ടുള്ള ആ ഒരു പ്രകടനം നന്നായി നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. പാർശ്യനിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിലെ ഇസ്ഫഹാനിലും മറ്റ് പ്രധാന ഇറാനിയൻ നഗരങ്ങളിലും വിപുലമായ രീതിയിൽ മിസൈൽ പരീക്ഷണം നടത്തുന്നതായിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് റിപ്പോർട്ട് ചെയ്തു. അഥവാ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുള്ള ആ പ്രകമ്പനം കൊള്ളിക്കുന്ന സൗണ്ടുകൾ അവർ തന്നെ ഉണ്ടാക്കിയ ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യം ആർക്കുമില്ല എന്നുള്ളത് ഇറാൻ നന്നായിട്ട് അത് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി വരികയാണ്. ആ ഒരു കപ്പലുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രകോപനപരമായിട്ടുള്ള സമീപനം അത്ര കണ്ട് ഇറാൻ അങ്ങനെ മാനിക്കുകയും അതനുസരിച്ചുള്ള വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിൽ തൻ്റെ സായുധ വിഭാഗങ്ങളെ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇറാനിയൻ മിസൈൽ IRGC കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ശേഷം പറയുന്നുണ്ട്. എന്താണെങ്കിലും മിലിറ്ററി ഡ്രില്ല് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ വലിയ പ്രകമ്പനങ്ങൾ കൊള്ളിക്കുന്ന ആ ഒരു സൗണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ മീഡിയയും നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് അവിടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അവിടെ വലിയ വലിയ യുദ്ധ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെയായിരുന്നു ആ യുദ്ധം തുടങ്ങിയത് എന്നെല്ലാം പറഞ്ഞ് അച്ചടി അങ്ങോട്ട് കടത്തി വെക്കുകയായിരുന്നു. പക്ഷേ അവിടെയുള്ള പാർച്ചനിയിലെ വലിയ സ്ഫോടനങ്ങളെന്ന് പറയുന്ന സ്ഫോടനങ്ങൾ അത് സ്വന്തം സൈന്യം ഉണ്ടാക്കി വെച്ച സ്ഫോടനമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊരു കാര്യത്തിലേക്കും ഇപ്പോൾ ആ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. അതുമാത്രമല്ല, ഈ അമേരിക്കയോ ഇസ്രായേലോ പ്രകോപനപരമായിട്ട് ആ രാജ്യത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും മേഖലകളിലോ കടന്നു കയറിയിട്ടില്ല എന്നുകൂടിയും IRGC വ്യക്തമാക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം നിലവിൽ ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.